പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മുംബൈ സിറ്റി FC ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ജെർമി മൻസോറോ എന്ന താരത്തിന് മുംബൈ സിറ്റി FC സൈൻ ചെയ്തേക്കുമെന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ജെർമി മൻസോറോ എന്ന താരത്തിന് മുംബൈ സിറ്റി FC സൈൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടിയായിരുന്നു ജെർമി മൻസോറോ കളിച്ചിട്ടുണ്ടായിരുന്നത്. ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി 20 മത്സരങ്ങൾ കളിച്ച താരം 5 ഗോളുകളും ഒരു അസിസ്റ്റും താരത്തിന്റെ പേരിലുണ്ട്. മാത്രമല്ല ഈ ഒരു താരത്തിന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും വിങ്ങറായിട്ടും കളിക്കാൻ സാധിക്കും. എന്തുകൊണ്ടും മുംബൈ സിറ്റി FC ഇപ്പോൾ മികച്ചൊരു സൈനിങ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ജോഷുവ സൊറ്റീരിയയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെയൊക്കെ സംശയമായിരുന്നു ജോഷുവ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. താര ക്ലബ്ബ് വിട്ടേക്കുമെന്ന വാർത്തകളൊക്കെയായിരുന്നു നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തന്നെ തുടർന്നേക്കുമെന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ജോഷുവയുടെ ചില ചിത്രങ്ങളൊക്കെ ഇന്ന് പോസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോഷുവ സൊറ്റീരിയോ അടുത്ത ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനുള്ള ചാൻസ് ഇപ്പോൾ കൂടുതലാണ്. മാത്രമല്ല താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് 2 വർഷത്തെ കോൺട്രാക്റ്റിലായിരുന്നു. വരുന്ന ഡ്യൂറന്റ് കപ്പിൽ ജോഷുവ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വേണ്ടി കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ അതിനുശേഷം ജോഷുവ സൊറ്റീരിയോയെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മാത്രമല്ല നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അടുത്ത സീസൺ മുതൽ ഏഷ്യൻ പ്ലെയർ വേണമെന്ന ഒരു റൂള് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ജോഷുവ സൊറ്റീരിയോയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ ജോഷുവയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കിന് ശേഷമാണ് ജോഷുവ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തിരികെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള രാഹുൽ KPയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. രാഹുൽ KP ചെന്നൈ FC എന്നുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്തും ഫേക്ക് ന്യൂസ് തന്നെയായിരുന്നു. നിലവിൽ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് രാഹുൽ KP എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തന്നെ തുടർന്നേക്കുമെന്നതാണ്. രാഹുൽ KPയെ പോലത്തെ ഒരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.